ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ച് ചെയ്യാറുള്ള എൻ്റെ സെൽഫ് കെയർ റുട്ടീനാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓരോന്ന് ചെയ്താൽ പോരല്ലോ, നമുക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യണമല്ലോ. അപ്പോഴാണല്ലോ നമുക്കും ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ കെട്ടൊക്കെ നല്ലോണം കളഞ്ഞെടുത്തിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ അതൊക്കെ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നുമില്ല. പിന്നെ കുറച്ച് താരനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്താണോ നമ്മുടെ പ്രശ്നം അതിനനുസരിച്ച് വേണം നമ്മൾ പേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ താരൻ്റെ ഇതായതുകൊണ്ട് ഞാൻ ആദ്യം ചീപ്പ് എടുത്തിട്ട് നല്ലോണം സ്കാൽപ്പ് മൊത്തത്തിൽ ഒന്ന് ചീപ്പ് വെച്ചിട്ട് ഉരച്ചു കൊടുത്തു. പോകാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ എണ്ണ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂട് മതി. ഇത് കാച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നല്ലോണം സ്കാൽപ്പിൽ വകച്ചിലെടുത്ത് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. നല്ലോണം ഡീപ്പ് ഓയിലിംഗ് തന്നെ നമ്മൾ താരൻ്റെ ഒക്കെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ പറ്റുമെങ്കിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ സമയമെടുത്ത് റിലാക്സ് ആയിട്ട് നിന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ തലയിൽ നല്ലോണം മസാജ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടിയിട്ട് നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കാൽപ്പിനും ഒക്കെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ മുടിയിലും എല്ലാം നല്ലോണം തന്നെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അത് ഞാനൊന്ന് കെട്ടി വെച്ചു. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നെയിലിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നെയിൽ പോളിഷൊക്കെ കുറച്ചൊക്കെ ഇളകി ഇങ്ങനെ ആകെ അലമ്പായിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരിടത്ത് നെയിൽ പോളിഷ് എല്ലാം നല്ലോണം റിമൂവ് ആക്കി. എന്നിട്ടൊരു ബ്രഷ് എടുത്ത് നഖത്തിലൊക്കെ നല്ലോണം ഉരച്ചു കൊടുത്തോട്ടെ. അപ്പോൾ എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഒക്കെ ചുറ്റിനൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് പോവേ. രണ്ട് കൈയിലും നല്ലോണം തന്നെ അത് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് സോപ്പിട്ടൊന്ന് കഴുകി കളയുക, മൂവർ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ തലയിൽ തേക്കാനെടുത്ത അതേ ഓയിൽ തന്നെയാണ് നമ്മുടെ നെയിലും തേച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ രണ്ട് കയ്യിൽ നഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നഖമൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോകില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് ഹെയർ പാക്കിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ എടുക്കാറുണ്ട്. എന്നിട്ട് ഇത് ഉലുവ ഞാൻ കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളം ഞാൻ അരിച്ച് മാറ്റിയിട്ട് ഈ ഉലുവയാണ് കേട്ടോ ഇതിലോട്ട് ഇട്ടത്. രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹെയറിനുള്ള പ്രോട്ടീൻ മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ തലയോട്ടിയിൽ തന്നെ നല്ലോണം വകച്ചിലൊക്കെ എടുത്ത് തേച്ച് കൊടുക്കണം. ഒന്ന് തേക്കുന്ന സമയത്ത് ഒന്ന് മസാജ് പോലെ ചെറുതായിട്ട് തേച്ച് കൊടുത്താൽ എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തിക്കോളും കേട്ടോ. ഈ പാക്കിന് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലേ. മുട്ടയുടെ അങ്ങനെ ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഉലുവയുടെ ഒന്നും വരാറില്ല. അതിന് ഉലുവ വേവിച്ചെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം തേച്ച് കെട്ടി വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്ത് നമ്മൾ ഹെഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ നമ്മുടെ ഹെയറും ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ അല്ലെങ്കിൽ നമുക്ക് ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അതോ എന്തെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് അത് കൂടുതൽ ഡാമേജ് ആക്കും. എന്നിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം എടുത്ത് ഇങ്ങനെ ഫേസിലൊന്നിങ്ങനെ ഒപ്പിക്കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊരു ഫേസ് സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂൺ റവ, പിന്നെ ഒരു സ്പൂൺ തൈര്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉലുവയുടെ വെള്ളം, അതും ഒരു സ്പൂണോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് കറക്റ്റ് നമ്മുടെ ഫേസിന് പറ്റിയ സ്ക്രബാണ്. ഓവറായിട്ട് നമ്മൾ ഹാർഷ് ആക്കില്ല. ഇപ്പം നമ്മൾ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോഴായാലും കുറച്ച് നമുക്കൊന്ന് ഹാർഷായിട്ട് തോന്നില്ലേ. ഇത് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. നമുക്ക് പറ്റിയ സ്ക്രബാണ്. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. അത് മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ഫേസും കഴുത്തും രണ്ടും രണ്ട് കളറായി പോവും. സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ താഴെ സ്ക്രബ് ചെയ്യരുത്. നമുക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ അവിടെയും എല്ലാം നല്ലോണം തന്നെ ഇതൊന്ന് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വന്നു. തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. എന്നിട്ട് കുറച്ച് തൈര്, പിന്നെ ഒരു സ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഇച്ചിരി ഡ്രൈ ആക്കും സ്കിന്ന്, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു ഒരു ചെറിയ പീസ് നമ്മുടെ ബീട്രൂട്ടും പിന്നെ ബാക്കി നമ്മുടെ ഉലുവയുടെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഓവർ ലൂസും ആക്കരുത്, ഒരുപാട് കട്ടിയും ആക്കരുത്. ഇനി നമുക്ക് ഫേസിലും നെക്കിലും കയ്യിലും കാലിലും ഒക്കെ നമുക്കത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് പൊതുവേ അരിപ്പൊടിയെക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇച്ചിരി ഒന്ന് സ്റ്റിക്കി ആയിട്ട് തോന്നുമെങ്കിലും നല്ലോണം റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം, റോസ് വാട്ടർ എടുക്കാം. തേനില്ലാത്തവർക്ക് നമ്മുടെ വാഴയോ ഇല്ലെങ്കിൽ ഗ്ലിസറിനോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മേളിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ ചെവിയിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അവിടെയൊക്കെ വെയിലടിക്കുന്നതാണ്. എന്നിട്ട് ഞാനൊരു 15-20 മിനിറ്റ് വെച്ചിരുന്നിട്ട് പോയി കുളിച്ചു കേട്ടോ.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ലോണം ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോയ്സ്ചറൈസറായിട്ട് കുക്കുംബർ ജെല്ലാണ് തേച്ചത്. കുക്കുംബർ ജെല്ലും പിന്നെ ലിപ് ബാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടു. കുളിച്ച് കയറിയപ്പോൾ തന്നെ ബോഡി ലോഷനൊക്കെ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നേ. ഹെയറിൽ ഞാൻ ഒരു ഹെയർ സിറം കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ഞാൻ ഷാമ്പൂ ഒന്നും ഇട്ടില്ല കേട്ടോ. മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ള എണ്ണയും അഴുക്കും എല്ലാം എടുത്തോണ്ട് പൊക്കോളും. ഒട്ടും സ്മെല്ല് പറ്റില്ല, പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ താരനൊക്കെ ഒരു 80% പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ സ്കിൻ കെയർ ഇന്നത്തെ. ഇങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയർ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ആദ്യം മെയിൻ കാര്യം ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ ഹെയറിൽ സ്പ്ലിറ്റൻസും ഹെയർ ഡ്രൈ ആവാനും സ്കിന്ന് ഡ്രൈ ആവാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ ഫുഡ് ശ്രദ്ധിക്കുക, പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ എക്സസൈസ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ബോഡിക്കും നമ്മുടെ ഹെയറിനും മൈൻഡിനും ഒക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.